ഹായ് ഹലോ. ഇന്ന് ഞങ്ങളൊരു റിസപ്ഷന് പോവാണ്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പാപ്പൻ്റെ മോൻ്റെയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. മെയിനായിട്ട് പോകുന്നത് എന്തിനാ മെയിനായിട്ട് പോകുന്നത് ഫുഡ് അടിക്കാനാട്ടോ. അപ്പോൾ നമുക്ക് വഴിയിലൂടെ കാണാവേ. അപ്പോൾ നമുക്ക് പോവാം. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. സിന്ധു കൺവെൻഷൻ സെൻറ്ററാണ്. മുമ്പ് ഇത് തിയേറ്റർ ആയിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ കുഞ്ഞിൽ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ഇവിടെ സിനിമയൊക്കെ കാണാൻ. അപ്പോൾ ഒരുപാട് വ്യത്യാസമൊക്കെ ആയി ഇവിടെയൊക്കെ. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 7 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. ഒരു 7:30 ആറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. 5 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ അവസാനം വന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ നിന്നില്ല. ഇതാണ് കേട്ടോ പെണ്ണും ചെറുക്കനും. അവർ ആയുർവേദ ഡോക്ടേഴ്സാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ട് ജസ്റ്റ് വേഗം കയറി അവിടേക്ക് ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. കുറച്ച് നേരം നടന്നു. ചേട്ടനാണെങ്കിൽ മെയിനായിട്ട് വരാൻ കാരണം തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് കേട്ടോ. അവർ കുഞ്ഞുനാളിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ വയലിനും കീബോർഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ. ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുവിധം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഏകദേശം കഴിഞ്ഞിരിക്കുമായിരുന്നു. മോള് പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. എനിക്കാണെങ്കിൽ ഒട്ടും പരിചയമില്ല കേട്ടോ. ഇവിടെയുള്ള 1-2 പേരെ മാത്രം കുഞ്ഞുനാളിൽ കണ്ട ഒരു ഓർമ്മയുള്ളൂ. അവർക്ക് എന്നെ അറിയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല കേട്ടോ. പലർക്കും ദേഷ്യം വരാം. എനിക്ക് അവർ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു വിഷമമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അറിയാമെന്ന് നുണ പറയാനുള്ള ഒരു മടി കാരണം ഞാനാണെങ്കിൽ എപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു പോകും. എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്കൊരു വിഷമമാണത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് ചേട്ടൻ ഏകദേശം ആ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കൊച്ചിനെ കൊണ്ടാക്കാൻ പോയത് കേട്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെ വീഡിയോ പതുക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പതുക്കെ മോളെ ഇങ്ങോട്ടാക്കിയിട്ട് ചേട്ടൻ അവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. ഒട്ടും വീഡിയോയുടെ മുമ്പിൽ വരില്ല. എങ്ങാനും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ വീഡിയോ എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് വരും. ഒട്ടും ഇരിക്കില്ല കേട്ടോ വീഡിയോയിലൊന്നും. പിന്നെ ഞാൻ അറിയാണ്ടൊക്കെ എങ്ങാനും എടുത്താലേ ഉള്ളൂ കേട്ടോ. മോളും വലിയ സഹകരണമൊന്നും ഇല്ല കേട്ടോ. മോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കണം. വീഡിയോ എടുത്ത് പുറകെ നടക്കുന്നത് വലിയ താല്പര്യമില്ല. ഈ സമയം പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മോൾക്ക് വലിയ താല്പര്യമില്ല. അവൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടിക്കളിച്ച് നടക്കണം. അവരുടെ പ്രായം അതാണല്ലോ. നമ്മളൊരു കണ്ടൻറ്റിൻ്റെ പുറകെ ഓടും. പിന്നെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പാസ്ത സംഭവങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നും കഴിക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ചെന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, ഒട്ടും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല അല്ലേ. ഇപ്പോഴാണ് നമുക്കങ്ങനെ തോന്നുന്നത്. എന്താണാവോ കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറേയൊക്കെ എടുത്തത് കുറേയൊന്നും കഴിച്ചില്ല. അങ്ങനെ സോസും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ നാരങ്ങ മിഠായി, ഓറഞ്ച് മിഠായാണ് നാരങ്ങ മിഠായി. പിന്നെ ഈ ജിലേബിയൊക്കെ എടുക്കണത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഇത് അച്ഛനും മോളും മധുരത്തിൻ്റെ ആൾക്കാരാട്ടോ. മിഠായും എല്ലാം പേടയും സംഭവങ്ങളെല്ലാം എടുക്കണം. അവർക്ക് വേണ്ടി എടുക്കണം. എൻ്റെ പ്ലേറ്റിൽ ഇടണമെന്നുള്ളൂ. എല്ലാവരും എടുക്കും. ഇപ്പം കാണുമ്പോൾ എല്ലാം ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓർക്കും. ആ സമയത്ത് നമുക്കൊന്നും കഴിക്കാനുള്ള എന്താ പറയുക
അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാനില്ല. എന്നാലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അടിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു നന്നായിട്ട്. എനിക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചത്. ഈ ഒരു റിസപ്ഷനാണ്. പിന്നെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. കപ്പ കണ്ടപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ വേറൊരു സെക്ഷൻ ആ ഭാഗത്ത് നമ്മൾ ഊത്തപ്പം, ദോശ, മസാല ദോശ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ അധികം ഭാഗത്തൊന്നും പോയിട്ടേ ഇല്ല, കഴിക്കാനൊന്നും പോയിട്ടില്ല. വെജായിരുന്നു ഈ ഭാഗത്തൊക്കെ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ വെറൈറ്റി ചായകൾ, എന്താ ബ്ലൂ ടീ, ജാസ്മിൻ ടീ, ബ്ലാക്ക് ടീ, കുറേ ഉണ്ടായിരുന്നല്ലോ, ജിഞ്ചർ ടീ അങ്ങനെ. പക്ഷെ ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞു ടേസ്റ്റ് നോക്കാൻ. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ആ നീല കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, വെജ്, പിന്നെ ചിക്കൻ ലോലിപോപ്പ്. മോളിതൊക്കെ അത്യാവശ്യം കഴിക്കണതാണ്. പക്ഷെ ആളൊന്നും കഴിച്ചില്ല. മോളിതൊന്നും കഴിച്ചില്ല കേട്ടോ. മേടിച്ചിട്ട് ഒരു കഷ്ണം കഴിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കറങ്ങി. അപ്പോഴത്തേനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടി കുറേ നേരം അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അവർ കുറേ വിശേഷങ്ങൾ പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോയി. സത്യം പറഞ്ഞാൽ ഈ റിസപ്ഷൻ മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് കേട്ടോ. അതാണ് ചേട്ടൻ്റെ ഫ്രണ്ട്. ആള് സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യണം കേട്ടോ. ആളൊരു സെലിബ്രിറ്റിയാണ്. കുറേ ഫിലിംസ് മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് പോസ്റ്റൽ ഡിസൈനറാണ് കേട്ടോ. പിന്നെ കുറേ ഐസ്ക്രീം കഴിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ നോക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക്സ് ഒന്നും ഞങ്ങൾ പോയതും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ ചായ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം കഴിഞ്ഞപ്പോൾ ചുമ്മാ ചേട്ടന് ചായ കുടിക്കണമെന്നിട്ട് അങ്ങനെ ചായ കുടിച്ചു. പിന്നെ അതേ എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും വീട്ടിലോട്ട് പറഞ്ഞു വിട്ട ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.